ഫോറൻസിക് സയൻസിലെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഈ വൈൽഡ് ലൈഫ് ഫോറൻസിക് സയൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, കാട്ടിൽ കടന്നിട്ട് ആളുകൾ ആനയുടെ കൊമ്പ് മോഷ്ടിച്ചു, ചില വന്യമൃഗങ്ങളെയൊക്കെ കൊന്നിട്ട് ഇപ്പോൾ പുലിൻ്റെ തോല് അല്ലെങ്കിൽ കടുവയുടെ നഖം, ആനയുടെ കൊമ്പ്, ഇതൊക്കെ മോഷ്ടിക്കപ്പെടുമ്പോൾ ഈ മൃഗങ്ങളെയൊക്കെ അവർ കൊന്നില്ലാതാക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതിനെതിരെ ഇതൊരു ക്രൈമാണല്ലോ. ഈ ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫോറൻസിക് സയൻസ് പഠിച്ച ആൾക്കാർ ആവശ്യമുണ്ട്. അതിൽ തന്നെ വൈൽഡ് ലൈഫ് ഫോറൻസിക് സയൻസിൽ സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാർക്കാണ് ഇതിൻ്റെയൊക്കെ തെളിവുകൾ കൃത്യമായി ശേഖരിക്കാനും അതിൽ നിന്ന് കൺക്ലൂഷൻസിലേക്ക് എത്താനും സാധിക്കുക. അപ്പോൾ ഇത്തരത്തിലൊരു മേഖലയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവർ എടുക്കേണ്ട സ്പെഷ്യലൈസേഷനാണ് വൈൽഡ് ലൈഫ് ഫോറൻസിക് സയൻസ്. ഞാനൊരു പക്ഷേ ഈ സംഭവം പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ ഇതിൻ്റെ കരിയർ സാധ്യതകളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ കയറി പറ്റിയാൽ നമുക്ക് നന്നായി വളർന്നു പോകാൻ പറ്റുന്നൊരു ഫീൽഡാണ്. ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ബാച്ചിലർ ഡിഗ്രിയിൽ തന്നെ ഫോറൻസിക് സയൻസ് പഠിക്കുക, PG എടുക്കുമ്പോൾ വൈൽഡ് ലൈഫ് ഫോറൻസിക് സയൻസ് പഠിക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ബാച്ചിലർ ഡിഗ്രിയിൽ ഇപ്പോൾ സുവോളജി പഠിച്ചാലും മതിയാവും. എന്നിട്ട് മാസ്റ്റേഴ്സ് എടുക്കുന്ന സമയത്ത് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്ത് പോകാൻ പറ്റും. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.